ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. എൻ്റെ നാട്ടിലുള്ള ഒരു അമ്പലത്തിൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. അധികം ആർക്കും അറിയാത്ത ഒരു പുരാതനമായ അത്യപൂർവമായ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. ഇവിടുത്തെ മൂർത്തി നരസിംഹസ്വാമിയാണ്. നരസിംഹസ്വാമി ലക്ഷ്മി സമേതനായിട്ട് വാഴുന്ന ഒരു അമ്പലത്തിൻ്റെ മുന്നിലാണ് ഉള്ളത്. ഹിരണ്യകശിപു വധത്തിന് ശേഷം നരസിംഹസ്വാമിയെ ശാന്തഭാവത്തിലേക്ക് കൊണ്ടുവന്ന് ലക്ഷ്മിദേവി സ്തുതിയും സ്തോത്രവും ചൊല്ലി ശാന്തഭാവത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മൂർത്തിഭാവമാണ് ഇത്. അത്യപൂർവമാണ്. കേരളത്തിലെ എൻ്റെ അറിവിൽ ഒരു 3-4 അമ്പലത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രതിഷ്ഠയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. അമ്പലത്തിൻ്റെ ഭാരവാഹികളിലൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് അമ്പലത്തിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ രോഗശാന്തി, ശത്രുദോഷം, ജാതകവശാലുള്ള ശത്രുദോഷം, വിവാഹ തടസ്സം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കണ്ണൂർ ജില്ലക്ക് പുറത്തുനിന്നും ഇവിടേക്ക് വരുന്നുണ്ട്. കണ്ണൂർ മട്ടന്നൂർ പാതയിൽ പ്രധാന നഗരമായ കിടുക്കുമെട്ടയിൽ നിന്നും 1.5 കിലോമീറ്റർ വടക്കുമാറി പ്രശാന്ത സുന്ദരമായ പുറവൂർ എന്ന ഗ്രാമത്തിലുള്ള ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഹിരണ്യകശിപു നിഗ്രഹാനന്തരം ഉഗ്രരൂപിയായ ഭഗവാൻ പ്രഹ്ലാദസ്തുതിയാൽ രൗദ്രഭാവം വെടിഞ്ഞ് ലക്ഷ്മീ സമേതനായി ശാന്തസ്വരൂപനായി വാഴുന്ന കേരളത്തിലെ പുരാതനവും അത്യപൂർവ പ്രതിഷ്ഠാഭാവവുമാണ് ഇവിടെ. ക്ഷേത്രത്തിൽ പ്രധാന ദേവനായി ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമിയെ കൂടാതെ ശക്തിസ്വരൂപിണിയായ ഭദ്രകാളി ദേവിയും വനശാസ്താവും ശ്രീ വിഘ്നേശ്വരൻ എന്നവരുടെ ഉപദേവതാ ക്ഷേത്രവും ഗുരുസങ്കല്പത്താൽ ആരാധിക്കുന്ന യോഗീശ്വര സ്ഥാനവും ഇവിടത്തെ പ്രത്യേകതയാണ്. പണ്ടുകാലത്ത് ആചാരസംബന്ധമായ പ്രശ്നങ്ങളാൽ തകർന്നടിഞ്ഞ് ജീർണാവസ്ഥയിലായെങ്കിലും അദൃശ്യരായ യോഗീശ്വര സാന്നിധ്യത്താൽ ചൈതന്യഹാനി സംഭവിക്കാത്ത പുണ്യസങ്കേതമാണ് പുറവൂർ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം. 1983-84 കാലഘട്ടത്തിലാണ് ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1996 പ്രതിഷ്ഠാകർമ്മം നടത്തി. 2008 കൊടിമര പ്രതിഷ്ഠ നടത്തുന്നതുവരെ പ്രതിഷ്ഠാദിന മഹോത്സവമായാണ് ആഘോഷിച്ച് വന്നതെങ്കിലും തുടർന്ന് വൃശ്ചിക മാസത്തിൽ തിരുവോണം നാളിൽ ആറാട്ട് വരുന്ന രീതിയിൽ 5 ദിവസങ്ങളിലായി കൊടിയേറ്റ മഹോത്സവമായി ആഘോഷിക്കുന്നു. കൂടാതെ മീനമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ പ്രതിഷ്ഠാദിനവും നരസിംഹ ജയന്തിയും വിപുലമായി ആഘോഷിച്ചു പോരുന്നു. വൈകുണ്ഠവാസിയായ ഭഗവാൻ നാരായണന്റെ അവതാരമൂർത്തി ഇരുന്നരുളുന്ന ക്ഷേത്രമായതിനാൽ തിരുവോണം നക്ഷത്രത്തിന് പ്രാധാന്യം നൽകി എല്ലാ മാസവും അന്നേ ദിവസം വിശേഷാൽ പൂജകളും അന്നദാനവും നടത്തിപ്പോരുന്നു. ഇത്രയും കാലത്തെ ത്യാഗപൂർണമായ പ്രവർത്തനത്താൽ ക്ഷേത്ര ശ്രീകോവിൽ
നാലമ്പലം, ഉപദേവതാ ക്ഷേത്രങ്ങൾ, കൊടിമരപ്രതിഷ്ഠ, നടപ്പന്തൽ, ദശാവതാര ശില്പങ്ങൾ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവിടെ നടന്നു പോന്നിട്ടുണ്ട്. വ്യാഴാഴ്ച നരസിംഹസ്വാമിക്കും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവിക്കും ശനിയാഴ്ച ശാസ്താവിനും പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. സുദർശന ഹോമം, കറുകഹോമം, സുകൃതഹോമം, മൃത്യുഞ്ജയ ഹോമം എന്നിങ്ങനെ ഹോമങ്ങൾക്ക് പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടം. കൂടാതെ ലക്ഷ്മീ നാരായണ പൂജ, നരസിംഹ പൂജ, ഗണപതിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ശാസ്താവിന് ശനി പൂജ, ദേവിക്ക് ദേവീ പൂജ എന്നിങ്ങനെ ഒട്ടനവധി വിശേഷാൽ പൂജകൾ ഇവിടെയുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നട തുറക്കുകയും 11 മണിക്ക് നട അടക്കുകയും വൈകുന്നേരം 5:30 നട തുറന്ന് 7:30 നട അടക്കുകയും ചെയ്യുന്നു. കണ്ണൂർ ജില്ലയിലുള്ള ഭക്തജനങ്ങളെ കൂടാതെ മറ്റുള്ള എല്ലാ ജില്ലയിലുള്ള ഭക്തജനങ്ങളും കേട്ടറിഞ്ഞ് ഇവിടെ എത്താറുണ്ട്. കൂടാതെ അന്യ സംസ്ഥാനങ്ങളിലുള്ള ഭക്തജനങ്ങളും എത്താറുണ്ട് ഇവിടെ. മനസ്സുരുകി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവാന്റെ കീർത്തിയറിഞ്ഞ് നിരവധി ഭക്തജനങ്ങൾ ഇനിയും ഇവിടേക്ക് എത്തുവാൻ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചങ്ങായിമാരെ, ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഭാരവാഹികളിലും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് അല്ലേ? അതെ. എന്താണ് പേര്? ശ്രീധരൻ നമ്പ്യാർ. ശ്രീധരൻ നമ്പ്യാർ. അപ്പോൾ ഈ അമ്പലത്തിനെ പറ്റിയിട്ട് 2 വാക്ക് നമുക്ക് അറിയാത്തവർക്ക് ഒരുപാട് ആൾ, പിന്നെ നമ്മളെ അത്രയും പുരാതനമായ ക്ഷേത്രമാണ്, അത്യപൂർവമായ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അതിനെപ്പറ്റിയൊന്നും അറിയാതെ ഒരുപാട് ആൾക്കാർ ഈ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ തന്നെ ഉണ്ട്. അതുകൂടാതെ ദൂരത്തുനിന്നും വേറെ ജില്ലകളിൽ നിന്നൊക്കെ ഇവിടത്തേക്ക് ആൾക്കാർ വരുന്നുണ്ടല്ലോ, ഭക്തങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റും, അമ്പലത്തിനെ പറ്റി? ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരമാണ് നരസിംഹ അവതാരം. ഹിരണ്യകശിപു എന്ന അസുരനെ നിഗ്രഹിച്ച ശേഷം ഉഗ്രകോപിയായി സംഹാരമൂർത്തിയായി നിലകൊള്ളുന്ന ഭഗവാൻ ഇവിടെ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നതിന് വേണ്ടി ഇവിടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും അങ്ങനെ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുകയും ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വ്യാഴാഴ്ച, എല്ലാ വ്യാഴാഴ്ച പ്രധാനപ്പെട്ട ദിവസമാണ്. അതുപോലെ തിരുവോണം പൂജ. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ലക്ഷ്മി നാരായണ പൂജ, നരസിംഹ പൂജ, സുദർശന ഹോമം തുടങ്ങിയ ഹോമം, മറ്റുള്ള വിശേഷാൽ പൂജകളൊക്കെ ഉണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ നല്ല ഭക്തജനങ്ങളുടെ തിരക്കുണ്ടാവാറുണ്ട്. ഇവിടെ അടുത്തെല്ലാം വെച്ച് ക്ഷേത്രങ്ങളിൽ, അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ലക്ഷ്മി സമേതനായ നരസിംഹസ്വാമി. ഇവിടുത്തെ പ്രധാന വിഗ്രഹങ്ങൾ ഉപദേവന്മാർ ഗണപതി, വനശാസ്താവ്, അതുപോലെ ഗുരു എന്നിവരും ദേവിക്ക് ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ദേവി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ വർഷവും ഉത്സവം നടത്തുന്ന 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നടന്നു വരുന്നത്. അത് വൃശ്ചിക മാസത്തിലെ തിരുവോണം നാളിൽ ആറാട്ട് വരുന്ന രീതിയിൽ ക്രമീകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ 5 ദിവസത്തെ ഉത്സവം നടക്കുന്നത്. എല്ലാ വർഷവും ഒരേ അല്ലല്ല, തീയതി മാറി മാറി വരും. നമ്മുടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇല്ലയെടുത്ത് മഠത്തിൽ ഈശാനൻ നമ്പൂതിരിപ്പാടാണ്. ക്ഷേത്രം മേൽശാന്തി ശ്രീ പി എ വാസുദേവൻ നമ്പൂതിരിയാണ്.
ഇപ്പം ഞങ്ങളുടെ 15 അംഗ കമ്മിറ്റിയാണ് ക്ഷേത്രഭരണം ഇപ്പം നടത്തി വരുന്നത്. എല്ലാ കമ്മിറ്റി മെമ്പർമാരും വളരെ സജീവമായി ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല നിലയിൽ ഈ ക്ഷേത്രം ഗംഭീരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല നിലയിൽ ഞങ്ങൾക്കിവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ നല്ല സഹകരണവും ഞങ്ങൾക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഏറ്റെടുത്ത് നടത്താൻ സാധിച്ചിട്ടുള്ളത്. സ്ഥലപരിധി എന്ന് വെച്ചാൽ ഞങ്ങൾക്കിവിടെ സ്ഥലമില്ല. ഈ കാണുന്ന സ്ഥലം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇതിപ്പം ഈ കാണുന്ന സ്ഥലം ഞങ്ങളിപ്പോൾ അടുത്ത് വിലക്ക് വാങ്ങിയതാണ്. ചുറ്റുമതിലിൻ്റെ സ്ഥലം ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് തെക്ക് ഭാഗത്ത് ചുറ്റുമതിൽ സ്ഥലം ഇല്ല. തെക്ക് ഭാഗം അത് തീരെയില്ല. അത് സ്വകാര്യ വ്യക്തിയുടേതാണ്. അത് അവരിൽ തന്നിനെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ. തരാൻ വേണ്ടി ദൈവം തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റിപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതെ, നമുക്ക് പിന്നെ നാഗസ്ഥാനം അതിന് സ്ഥലം വാങ്ങണം. പിന്നെ ചുറ്റുമതിലിന് വേണ്ടുന്ന തെക്ക് ഭാഗത്ത് സ്ഥലം, തന്ത്രവന നിർമ്മാണം, കുളം നിർമ്മാണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ ബാക്കിയായിട്ടുണ്ട്. ക്ഷേത്രത്തോടനുബന്ധിച്ചൊരു ഊട്ടുപുര ക്ഷേത്രത്തിൻ്റെ വകയല്ല, ഒരു ട്രസ്റ്റിൻ്റെ വകയായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഊട്ടുപുര ഒരുങ്ങി വരുന്നുണ്ട്. പറയാം. ഊട്ടുപുരയുടെ നിർമ്മാണം അടുത്ത് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അത് ഒരു 40 അംഗ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി അല്ലേ? എന്താണ് പേര്? ദിലീപ് കുമാർ. ഇവിടെ എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ സെക്രട്ടറിയായിട്ട് തുടരുന്നുണ്ട്? സെക്രട്ടറിയായിട്ട് പിന്നെ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇത് 4ാമത്തെ വർഷം. ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യം പണ്ട് കാലത്ത് ഉള്ള ഒരു കാര്യങ്ങളും തൊട്ട് ഇതുവരെ എത്തിയതിൻ്റെ ഒരു ചുരുക്കി എന്ന് പറയാൻ പറ്റുമോ? 1982-83 കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആദ്യകാലത്ത് ഇവിടെ ഞങ്ങളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ കാട് പിടിച്ച് കിടക്കുന്നൊരു സ്ഥലമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളെ നമ്മൾ ഇങ്ങോട്ട് വരാൻ നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ CH ഭാസ്കരൻ മാസ്റ്റർ അനുവദിക്കാറില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു പ്രദേശമായിരുന്നു. രാത്രികാലങ്ങളിൽ ആരും ഇതിലൂടെ വഴി നടക്കാറില്ല ഭയം കൊണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലം സുഹൃത്തുക്കളായ ചില ആളുകളുടെ മനസ്സിൽ ഇത് പുനരുദ്ധരിക്കാനുള്ളൊരു ആശയം ഉണ്ടാവുകയും നമ്മളെ പപ്പാട്ടൻ നമ്മൾ ഈ കുടാളി ഹൈസ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ ശ്രീ M ദാമോദരൻ നമ്പ്യാർ, അതുപോലെ CH രാമൻ മാസ്റ്റർ, CH കേളുവേട്ടൻ, അങ്ങനെ ഒട്ടനവധി ആളുകളുടെ ഒരു ത്യാഗപൂർണമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിവിടെ യാഥാർത്ഥ്യമായത്. ഇവിടെ സ്ഥലം നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. സ്ഥലം ഈ ക്ഷേത്രം നിൽക്കുന്ന ഈ അമ്പലം ഉൾപ്പെടുന്ന ക്ഷേത്രം നിൽക്കുന്ന സ്ഥലമല്ലാതെ മറ്റൊരു സ്ഥലം നമുക്കിവിടെ ഇല്ല. എല്ലാം നമ്മൾ വില കൊടുത്ത് വാങ്ങി ആ സ്ഥലത്തിന് അനുയോജ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 83 ആരംഭിച്ച് 96 പ്രതിഷ്ഠ നടത്തി. അതിനുശേഷം 2008 കൊടിമര പ്രതിഷ്ഠ നടന്നു. പിന്നീടാണ് ഈ നമ്മുടെ പൂർവ്വ സൂരികളായ ആളുകളൊക്കെ നമ്മളോട് വിട പറയുകയും ശ്രീധരാട്ടിനെ പോലുള്ള നമ്മളെ പിന്നെ രമേശ് ചേട്ടനെ പോലുള്ള ആളുകൾ, സത്യാട്ടിനെ പോലുള്ള ആളുകൾ വളരെ സജീവമായിട്ട് വരികയും ഇത്രയും ബൃഹത്തായ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഓഫീസ്, ഗോപുരം, അതുപോലെ തന്നെ നടപ്പന്തൽ ഒക്കെയുള്ള ബൃഹത്തായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ അടുത്ത കാലഘട്ടത്തിൽ. അത് 10 കൊല്ലത്തിനിപ്പുറമാണ് വികസന പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല തന്നെ നമുക്കിവിടെ നടത്തുവാൻ വേണ്ടി സാധിച്ചത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്തജനങ്ങളുടെ നിർലോഭമായ പിന്തുണ, അതൊന്നുകൊണ്ട് മാത്രമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി വലിയൊരു സംഭാവന നൽകിയ ചരിത്രം ഇവിടെയില്ല. ഇവിടെയുള്ളത് ഭക്തജനങ്ങൾ ചെറിയ ചെറിയ തുക തന്ന് അവരുടെ എല്ലാം സഹകരണം കൊണ്ടാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ വികസന പ്രവർത്തനം നടത്തുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ദൂരെ നിന്ന് ആളുകൾ വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ നരസിംഹ ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലും കണ്ണൂരൊക്കെ ഒരുപാടുണ്ടെങ്കിലും ലക്ഷ്മി സമേതനായ ശാന്തഭാവത്തിൽ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രം കേരളത്തിൽ തന്നെ വളരെ അപൂർവമാണ്. നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആലപ്പുഴയിലെ തുറവൂർ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രമാണ്. പിന്നീട് നമ്മൾ കാണുന്നത്
തുറവൂർ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം കണ്ണൂരുള്ളത്. അതിൻ്റെ പേരിൽ തന്നെ ഒരു സ്വാമിയുണ്ട്. ആലപ്പുഴയിലെ തുറവൂര്, കണ്ണൂരെ പുറവൂർ. അപ്പോൾ ഈ മറ്റുള്ള ജില്ലകളിലുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ഇതുവരെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉണ്ടായിരിക്കാം. ഇവിടുത്തെ വഴിപാടുകൾ വളരെ പ്രധാനപ്പെട്ട, ഇവിടെ മാത്രം കഴിക്കുന്ന ചില വഴിപാടുകളുണ്ട്. സുഹൃത ഹോമം, സുഹൃത പൂജ അല്ലേ, സുഹൃത ഹോമം, മറ്റേ സുദർശന ഹോമം ഒക്കെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ്. അത് ഇവിടെ തന്നെ നടത്തേണ്ടതാണ്. ഇപ്പോൾ സുഹൃത ഹോമം എന്ന് പറയുന്നത് എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ഞായറാഴ്ച മാത്രമാണ് നടത്തുന്നത്. സുഹൃത ഹോമം നമുക്കറിയാം, നമ്മളെ മൺമറഞ്ഞു പോയ നമ്മുടെ പിതാമഹന്മാർക്ക് വേണ്ടിയിട്ട് അവരെ ശേഷക്രിയ ശ്രാദ്ധം പോലെ നടത്തുന്ന പൂജയാണ്. അപ്പോൾ അതിന് വളരെ പ്രാധാന്യത്തോടുകൂടി എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ഞായറാഴ്ച അനേകം ഭക്തജനങ്ങളുടെ എത്തിച്ചേർക്കുന്നുണ്ട്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നു. കാര്യമായ വരവോ അങ്ങനെ ഒരു വളരെ നല്ലൊരു നിലയിലൊന്നുമല്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ നടന്നങ്ങ് പോകുന്നു. ഇപ്പോൾ ഉത്സവത്തിനൊക്കെ വളരെ നല്ല പങ്കാളിത്തമാണ് ഞങ്ങൾ. വൃശ്ചികമാസത്തിൽ തിരുവോണം നാളിൽ ആറാട്ട് വരുന്ന രീതിയിൽ 5 ദിവസമാണ് നമ്മളിവിടെ ഉത്സവം ആഘോഷിക്കുന്നത്. എല്ലാം വളരെ ജനങ്ങളുടെ അഭൂതപൂർവമായ തള്ളിക്കയറ്റം തന്നെ ഉത്സവ മേഖലയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇവിടത്തെ വിവാഹ തടസ്സം നീങ്ങാനും രോഗശാന്തി, അതായത് ശത്രുദോഷങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പുറത്തുള്ള ജില്ലകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെന്ന് അറിയുന്നത് കേട്ടു. അത് വാസ്തവം തന്നെയാണോ? വാസ്തവം തന്നെയാണ്. ഈ വിവാഹ തടസ്സം നീങ്ങാൻ ലക്ഷ്മി നാരായണ പൂജ, പിന്നെ പുഷ്പാഞ്ജലി ആകുമ്പം സ്വയംവര പുഷ്പാഞ്ജലി ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഭഗവാന്റെ അനുഗ്രഹം നിർലോഭം ലഭിക്കുന്നു എന്നതിനുള്ള തെളിവാണല്ലോ ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ പുറത്തുനിന്നൊക്കെ ഇവിടെ വരുന്നത്. പിന്നെ അതുകൂടാതെ ഇപ്പം പ്രത്യേകിച്ച് എന്ന് പറയാനുള്ളത്, എല്ലാ തിരുവോണ ദിവസങ്ങളിലും ഇവിടെ നമ്മൾ തിരുവോണ പൂജ നടക്കുന്നു. അതുപോലെ ഒരു സദ്യ, അന്നദാനം സദ്യ എന്ന് പറയാൻ പറ്റില്ല, അന്നദാനമായിട്ട് മുഴുവൻ ഇവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഒരു 2-2.5 വരെയുള്ള എത്തിച്ചേരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാ തിരുവോണ ദിവസങ്ങളും. അത് ഒരു മാസം 2 എണ്ണം ഉണ്ടെങ്കിൽ പിന്നെ ആ രീതിയിൽ മൊത്തം തിരുവോണത്തിന് ഇവിടെ സദ്യയല്ല, ഒരു പ്രസാദ സദ്യ എന്ന് പറയും, പ്രസാദ കൂട്ട് അങ്ങനെ പറയും. അപ്പോൾ അതെല്ലാം എല്ലാ തിരുവോണത്തിനും 12 മാസം നടക്കുന്നുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉത്രാടത്തിനൊരു പ്രത്യേകം സദ്യ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഉത്രാട സദ്യ എന്ന് പറഞ്ഞിട്ട് ഒരു 1000-ഓളം ആൾക്കാർ എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 1000-ന് അടുത്ത ആൾക്കാർ ഇലയിട്ടിട്ട് എല്ലാ വിഭവങ്ങളോടും കൂടിയുള്ള ഒരു ഉത്രാട സദ്യ ഇവിടെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട്. ഇപ്പോൾ ഇവിടെ നടക്കാനുള്ളത് ഇപ്പോൾ ചുറ്റുമതിലിൻ്റെ പണി ഏതാണ്ട് പിൻഭാഗത്ത് പടിഞ്ഞാറ് നടവരെയായിട്ടുണ്ട്. ഇനിയിപ്പോൾ തെക്ക് ഭാഗത്ത് ഈ ഭാഗത്ത് ചുറ്റുമതിലാക്കണമെങ്കിൽ ആ സ്ഥലം നമ്മുടെ കയ്യിലല്ല. അത് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. പിന്നെ നാഗപ്രതിഷ്ഠ വളരെ പ്രധാനമായിട്ട് നടത്തേണ്ടതാണ്. അതും നാഗപ്രതിഷ്ഠ നടത്തേണ്ട സ്ഥലവും മറ്റു വ്യക്തികളുടെ കയ്യിലാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രയാസമുണ്ട്. പ്രതിഷ്ഠ നടത്തണമെങ്കിൽ ആ സ്ഥലം വാങ്ങി പ്രതിഷ്ഠ കർമ്മം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതിനുള്ളൊരു സാമ്പത്തിക വശവും നമ്മുടെ കയ്യിലില്ല. ഭഗവാൻ സഹായിച്ചിട്ടെല്ലാം കൃത്യമായിട്ട് നടത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ആരൂഢ സ്ഥാനം എന്ന രീതിയിലൊരു പിന്നെ ആരാധിച്ചു വന്നൊരു സ്ഥലം ഇതിന് ദേവിയുടെ ഒരു ആരാധന സ്ഥാനം ഇതിൻ്റെ കിഴക്ക് ഭാഗത്തുണ്ട്. എന്നാണ് പ്രശ്നങ്ങളിലെല്ലാം ഇവിടെ വെക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം അത് ചിന്തയിലൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അറിയാം. അവിടെ ഇപ്പോൾ എന്തൊരു മരം മാത്രമേ അല്ലേ ഇങ്ങനെ എന്തോ ഒരു ഇതേ ഉള്ളൂ, ഒരു തറയൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണ്. അവർക്ക് അതിൽ ഒരു താല്പര്യമില്ലാണെന്ന് ഇപ്പം പല പ്രാവശ്യം ക്ഷേത്ര കമ്മിറ്റി അവിടെ സമീപിച്ചിരുന്നു ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതൊന്നും ഒരു നല്ലൊരു നീക്കം വന്നിട്ടില്ല. അപ്പോൾ അത് വരുമെന്ന് വിചാരിക്കാതെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. അപ്പോൾ അത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പിന്നെ പ്രശ്ന ചിന്ത നടത്തുമ്പോഴെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അത് ക്ലിയർ ആക്കണം എന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ട്. അപ്പോൾ അതും ആകുമ്പോഴേ ക്ഷേത്രത്തിന് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവും എന്നാണ്, പൂർണ്ണതയിലെത്തും എന്നാണ് വിശ്വാസം. അതെ അതെ, അതിപ്പോൾ അവർ ചെയ്യേണ്ടതാണ്. നമ്മളെ പിന്നെ ക്ഷേത്രത്തിൻ്റെതെല്ലാം തറവാട്ടുകാരുടെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഒരു മനസ്സ് വരട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ മാതൃസമിതിയുടെ ഒരു നല്ല പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. മാതൃസമിതി അതുപോലെ പിന്നെ നമ്മുടെ സാംസ്കാരിക സമിതി, ഇത് രണ്ടും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ ക്ഷേത്ര കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത്. മാതൃസമിതി
അവരെപ്പറ്റി പറയാതിരിക്കാൻ പറ്റൂല. സാംസ്കാരിക സമിതിന്റെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അവരാണ് ഈ കലക്ഷൻ ആയാലും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ ഇറങ്ങിയിട്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ആ സാംസ്കാരിക സമിതിയുടെ ചെറുപ്പക്കാരായിട്ടുള്ള പ്രവർത്തകർ അവരെ യുവാക്കളുടെ ആ ഒരു പുതിയതായിട്ട് വരുന്നുണ്ട്, അതിലേക്ക് വരുന്നുണ്ട്. സജീവമായിട്ട് അങ്ങനെ ഉണ്ടോന്ന് പറയാമെങ്കിൽ ഈ ഉത്സവത്തിന്റെ നമ്മളെ പ്രധാനപ്പെട്ട സമയത്തൊക്കെ വളരെ സജീവമായിട്ട് അവരുണ്ട്. പിന്നെ അതുപോലെ മാതൃസമിതിയാണ് ഇവിടുത്തെ എല്ലാം. പിന്നെ അതുപോലെ എല്ലാ വ്യാഴാഴ്ച ഇവിടെ പിന്നെ സഹസ്രനാമം ജപിക്കുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമം എല്ലാ ചൊവ്വാഴ്ചകളിലെ ദേവിയുടെ ഇടയ്ക്ക് ലളിത സഹസ്രനാമ അർച്ചനയല്ല സഹസ്രനാമ ജപം നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ രീതിയിലാണ് മുന്നോട്ട് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ അറിയാത്ത ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. എല്ലാവർക്കും ഭഗവാൻ ആയുസ്സും ആരോഗ്യമെല്ലാം തരട്ടെ. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളും നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ സഹായിക്കട്ടെ നമ്മളെല്ലാവരും. അതുപോലെ ഇവിടെ ചങ്ങായിമാരെ, വർഷങ്ങളായിട്ട് ഈ അമ്പലത്തിൽ പിന്നെ ഉള്ളൊരു ജോലിക്കാരനാണ്, നമ്മളെ അടുത്ത സുഹൃത്താണ് ധനേഷ്. ധനേഷിനോട് അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളൊരു കാര്യങ്ങളൊന്നും ശരിക്കും പറയാൻ പറ്റുമോ? നീ വരുന്ന സമയത്തുള്ള മുതൽ അമ്പലത്തിൽ പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാര്യം പറയാൻ പറ്റില്ല. എന്നാലും ഒരു അറിയുന്ന പോലെ പറഞ്ഞു, പെട്ടെന്ന് ഓർമ്മ വരില്ല ആരെ കാര്യം ചോദിച്ചാൽ. അതെ, ശരി ശരി. ആദ്യകാലത്ത് ആദ്യകാലത്ത് ഒന്നും ഇല്ലാതെ എന്താ പറയുക, 13 സെൻറ്റിൽ 4 അമ്പലം മാത്രമേ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഓരോ വർഷങ്ങളായിട്ട് ഓരോ വർക്കുകൾ, ഓരോ പണികൾ ഓരോ നടന്നു വന്നു. ഇന്ന് ഈ 10-20 വർഷം കൊണ്ട് ഈ രീതിയിലായി തീർന്നിട്ടാണ് ഉള്ളത്. നീ ഇവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ എന്തായിട്ടാണ്? ഞാനിവിടെ ഓഫീസ് സ്റ്റാഫ്, വഴിപാട് കൗണ്ടർ ക്ലർക്കായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ആദ്യകാലത്ത് എല്ലാത്തിനും ഓടുന്ന ഒരു അത് ഉണ്ട്. ആദ്യം പിന്നെ അത്രമാത്രം ആൾക്കാരില്ലല്ലോ, എല്ലാ കാര്യവും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞാനും കൂടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്കും അത് കൃത്യമായിട്ട് അറിയാം. പിന്നെ നമുക്ക് ഈ അമ്പലത്തിൻ്റെ പേര് പറയുമ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 ആളാണ് നമ്മളെ അമ്പലത്തിലെ തന്ത്രി അല്ല അല്ലേ, മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി, വാസുവട്ടനും, പിന്നെ നമ്മളെ ശ്രീകേഷും വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. ശ്രീകേഷിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നേ ലതീഷ് വാര്യർ, ഇപ്പം കണ്ണാടിപ്പുറം അമ്പലത്തിലുള്ള ലതീഷ് ചേട്ടനെ പറയാണ്ട് നമുക്ക് ഇത് ഒരിക്കലും പൂർത്തിയാക്കാൻ പറ്റില്ല. ലതീഷ് ചേട്ടൻ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അമ്പലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ലതീഷ് ചേട്ടൻ ചിലപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ പിന്നെ പ്രസിദ്ധിയും പിന്നെ വികസനവും എല്ലാം കുറച്ചുകൂടി വേഗത്തിലാവുമായിരുന്നു എന്ന് എനിക്ക് പിന്നെ വ്യക്തിപരമായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു ആ സമയത്ത് നല്ല ഓട്ടമായിരുന്നു പല ഇതിൻ്റെയും ബേക്കിൽ. ചേട്ടൻ പല കാര്യങ്ങളും ചെയ്തതായിട്ട് എനിക്കറിയായിരിക്കും. ഉണ്ട്, അതെ. അമ്പലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഏറ്റവും നല്ല അമ്പലത്തിനെ ചുറ്റുവട്ടത്തുള്ള അടുത്തുള്ള ആൾക്കാർ വരെ അമ്പലത്തിൻ്റെ പേരും പ്രസിദ്ധി അറിയിച്ചത് ലതീഷ് ചേട്ടനെ വന്നതിന് ശേഷമാണ്. അതെ, ലതീഷ് ചേട്ടൻ ഓടി നടന്ന് ഈ എന്താ പറയുക, നമ്മൾ ഈ ചുറ്റുവട്ടത്ത് ഉള്ള ആൾക്കാർ കഴിഞ്ഞാൽ കുറച്ച് ദൂരത്ത് പോലും ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ ഉണ്ടെന്നും. അല്ലെങ്കിൽ ഈ പുറവൂർ എന്ന് പറഞ്ഞൊരു നാട്, ആ പുറവൂർ എന്ന് പറയുമ്പോൾ അതെവിടെയാണെന്ന് ചോദിക്കുന്നത്. കണ്ണൂർ ജില്ലയിലുള്ള ഈ അടുത്തുള്ള ആൾക്കാരുടെ പുറവൂർ അതെവിടെയാണ്? ആ ഒരു അങ്ങനെയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെ, ഇപ്പോൾ അങ്ങനെ ഉണ്ട്. അടുത്ത് ശരിക്കും അടുത്തുള്ള ആൾക്ക് പോലും പുറവൂർ എന്ന് പറയുമ്പോൾ അതെവിടെ, ഈ കണ്ണൂരുള്ള അല്ലല്ലോ എന്നായിരിക്കുന്നു. അപ്പോൾ വേറെ എന്താ പറയാൻ? വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് ഈ രീതിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിന്നോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമല്ലോ, വേറെ ജില്ലകളിൽ നിന്ന് കൂടാണ്ട് വേറെ സംസ്ഥാനത്ത് നിന്ന് ഇവിടത്തേക്ക് ഭക്തജനങ്ങൾ വരുന്നുണ്ട്? അത്യാവശ്യം വരുന്നുണ്ടല്ലേ? തമിഴ്നാട്ടിൽ നിന്നായാലും കർണാടകത്തിൽ നിന്നായാലും. അല്ല, ഇടയ്ക്ക് കുറച്ച് ദിവസം മുന്നേ ഇവിടെ കർണാടകത്തിൽ നിന്ന് ഒരു ബസ് ഇവിടെ കണ്ടിരുന്നുണ്ട്. അതെ, വരാറുണ്ട്. കുടക് പോലുള്ള ജില്ലകളിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. ഈ വേറെ ജില്ലകളിൽ നിന്ന് വരുന്ന, നമ്മളെ ജില്ല കൂടാണ്ട് വേറെ ജില്ലകളിൽ നിന്ന് വരുന്നില്ലേ? ഉണ്ട്. കോഴിക്കോട് അപൂർവമാണോ അല്ലെങ്കിൽ
അത്യാവശ്യം കോഴിക്കോട് കാസർഗോഡെല്ലാം അധികം വരുന്നുണ്ട്. വടകര, മാഹി ഭാഗത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വന്നു ചേരുന്നുണ്ട്. അവർക്ക് ഏറ്റവും അടുത്തുള്ള ലക്ഷ്മി നരസിംഹ ക്ഷേത്രം കണ്ണൂർ കൂടിയാണ്. വടകര ഭാഗത്തുനിന്നെല്ലാം അല്ലെങ്കിൽ ആലപ്പുഴ തുറവൂരാണല്ലോ ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ കണ്ണൂരുള്ളതുകൊണ്ട് അവരിവിടെയാണ് എത്തിച്ചേരുന്നത്. അവരെന്തെങ്കിലും ഒരു പിന്നെ രോഗശാന്തി അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്? അതെ, പൂജകൾ പൊതുവേ ഇവിടുത്തെ സുദർശനവും എല്ലാവിധ ദോഷപരിഹാരത്തിനും വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് ഇവിടത്തേക്കാണ് വന്നു ചേരുന്നത്. വിവാഹ തടസ്സം നീങ്ങാൻ വേണ്ടിയിട്ട് നേരത്തെ ദിലീപേട്ടനോട് ചോദിച്ചു ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നന്ദി ഇതൊക്കെ പറഞ്ഞു തന്നെ. അപ്പോൾ ചങ്ങായിമാരെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ ശ്രീകേഷിനെ പറ്റി. ഇതാണ് നമ്മളെ ശ്രീകേഷ്, ഇവിടുത്തെ നമസ്കാരം വൈറലായിട്ട് പിന്നെ ദേവനെ സേവിച്ചിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാനിപ്പോൾ ഒരു 16 വർഷത്തോളം, ഏകദേശം 16 വർഷത്തോളം ആയി. അതിനു മുന്നേ എൻ്റെ ഏട്ടനായിരുന്നു, കണ്ണാടിപ്പറമ്പിലെ ലതീഷ് ഏട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനുശേഷം പിന്നെ എൻ്റെ അനുജനുണ്ടായിരുന്നു 1-2 വർഷത്തോളം. അതിനുശേഷം ഞാനിവിടെ വന്നിട്ട് ഈ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും വർഷം സേവിക്കാനൊക്കെ പറ്റി. അതിൽ ഭഗവാനോട് ഒരുപാട് പിന്നെ ഭഗവാന്റെ അനുഗ്രഹത്തിന് ഒരുപാട് കൃതാർത്ഥതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോ ഭക്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളും, അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്തിൽ എല്ലാം ഈശ്വരാനുഗ്രഹമായി കാണുന്നു എല്ലാം. അതുപോലെ തന്നെ ഇവിടെ ഒരിക്കൽ വന്ന ഭക്തജനങ്ങൾ, വേറെ ജില്ലകളിലുള്ള ഭക്തജനങ്ങൾ വീണ്ടും അവരെ അനുഭവം വന്നാൽ നിങ്ങളോട് പങ്കുവെക്കലുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് പറയുകയാണെങ്കിൽ പിന്നെ കുറച്ച് ഒരു 3-4 വർഷം മുന്നേ വന്നതാണ്. ഇവിടെ KSBയിൽ വർക്ക് ചെയ്യുന്ന ഒരു എൻജിനീയറായിട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് പിന്നെ ക്ഷേത്രത്തിൽ ഒരുപാട് സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓരോ സ്ഥലം മാറ്റം കിട്ടുമ്പോഴൊക്കെ അവിടെയൊക്കെ സ്ഥലം എടുക്കും. പിന്നെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ പരിശ്രമിച്ചു. പക്ഷേ എന്തുകൊണ്ടും ആവുന്നില്ല, വീടെടുക്കാൻ പറ്റുന്നില്ല. അവസാനം പിന്നെ ഇവിടെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തുകയും അപ്പോൾ ഇവിടെ സുദർശന ഹോമം, നരസിംഹപൂജ അങ്ങനെയുള്ള വഴിപാട് തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഉദ്ദേശിച്ച തരത്തിൽ തന്നെ പിന്നെ എടുക്കാനും ഇതൊക്കെ പറ്റി. സമയം കിട്ടുമ്പോഴൊക്കെ വരാറും ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വർഷങ്ങൾ വരാറുണ്ടായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ചങ്ങായിമാരെ, നമ്മളെ വാസുവേട്ടൻ്റെ നെയ്പായസവും പാൽപ്പായസവും ഇല്ലേ ഇവിടുത്തെ അമ്പലത്തിൽ, അത് ഒരിക്കലെങ്കിലും നിങ്ങൾ കുടിക്കണം കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ഒരു പ്രസാദത്തിനെ പറ്റിയിട്ട് നമ്മൾ നല്ലതാണ് മോശമാണെന്ന് പറയാൻ പാടില്ല, എന്നാലും നമുക്കത് പറയാതെ പൂർണ്ണമാവില്ല. വാസുവേട്ടൻ്റെ കൂടെയും വാസുവേട്ടൻ നല്ല തിരക്കാണ്. ഇന്ന് പൂജ ഒരുപാട് ഭക്തജനങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഒരു 2 വാക്ക് വാസുവേട്ടനോടും കൂടി സംസാരിക്കണമെന്നുണ്ട്. നമുക്ക് ശ്രമിച്ചു നോക്കാം അല്ലേ? തീർച്ചയായും. അപ്പോൾ ഒരുപാട് നന്ദി, നമുക്ക് സന്തോഷം കാണാൻ പറ്റിയതും. നിജിൽ നമ്മുടെ സ്വന്തം സുഹൃത്തും എന്ന് പറയേണ്ട ഒരു വീട്ടിലെ അംഗം പോലെ തന്നെയാണ്. ഇതുവരെ ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ള ഓരോരോ ആൾക്കാരും എന്ന് പറയേണ്ട ഒരംഗത്തിനെ പോലെ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അത് ഒരുപാട് എന്താ പറയേണ്ട സ്നേഹവും ഇവിടുന്ന് പുറവൂർ നാടിൻ്റെ ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ എത്തിച്ചേരാനുള്ളൊരു കാരണം ലതീഷേട്ടനാണ്, കണ്ണാടിപ്പറമ്പിലെ ലതീഷേട്ടനാണ്. അപ്പോൾ പിന്നെ വന്നത് പിന്നെ അതിൻ്റെ ഇടക്കാലത്ത് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയ വ്യക്തിയാണ്. പിന്നെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ വീണ്ടും ഇവിടെ തന്നെ എത്തിച്ചേരേണ്ട ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തിച്ചേരേണ്ട ഇത് വീണ്ടും ജീവിതത്തിൽ വന്നു. ഇന്നേ വരെ ജീവിതത്തിൽ പിന്നെ ഒരു മോശം ഈശ്വരൻ തന്നിട്ടില്ല. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? തീർച്ചയായും, അതൊന്നും പറയാതിരിക്കാൻ പറ്റൂല. അതെ. അപ്പോൾ ഒരുപാട് നന്ദി. ദേവനെ പ്രാർത്ഥിച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെയുണ്ട്. അതിപ്പം പറയാൻ മുമ്പിൽ എൻ്റെ ഈ കാരണവരുടെ തന്നെ ഞാനൊരു പുസ്തകം വർക്കിനായിരുന്നു, അനുഭവകഥ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് വരുന്ന ഭക്തന്മാരെ ഇതാണ് ഇവിടെ പ്രധാന ഇതായിട്ടുള്ളത്.
വെച്ചാൽ അഭിഷ്ടസിദ്ധി എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ 100% ചെയ്ത് നടന്നു എന്ന് നമ്മൾ പറഞ്ഞില്ല, പക്ഷേ 90% ആൾക്കാർക്കും അതുകൊണ്ടാണ് പിന്നെയും ഇവിടെ വരുന്നത്. ഒരു കാലത്ത് ഞാനിവിടെ വരുന്ന സമയത്ത് വെച്ചാൽ തിരെ ഇതായിരുന്നു. എന്ന് വെച്ചാൽ നിഖിലിന് തന്നെ അറിയാലോ, അമ്പലത്തിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥയാണ്. അപ്പോൾ അന്നേരത്ത് അങ്ങനെയെല്ലാം കൂടിയിട്ട് ഇതായി ശരിക്കും ഈ ഇത്രയും സ്ഥലമുള്ളായിരുന്നു. അതുപോലെ നമ്മുടെ അമ്പലത്തിൽ പിന്നെ എന്നാണ് ഇവിടുത്തെ പ്രധാന പൂജ എന്ന് വെച്ചാൽ നരസിംഹ പൂജ തന്നെയാണ്. നരസിംഹ പൂജ ചോദിച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിനുള്ള അതുപോലെ വിവാഹ തടസ്സം നീങ്ങാൻ വേണ്ടിയിട്ട് വിവാഹ തടസ്സം നീങ്ങാനിടെ ലക്ഷ്മി നാരായണ പൂജയാണ്. വിവാഹ തടസ്സങ്ങളിൽ നീരാൻ വേണ്ടിയിട്ട്. പിന്നെ ശത്രു സംഹാരത്തിന് ഇവിടെ ശത്രു ദോഷത്തിനെല്ലാം ചെയ്യുന്നത് ഈ ചെറിയ തോതിൽ നരസിംഹ പൂജനെ കൊണ്ട് തന്നെ ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വഴിപാടായിട്ട് വരുന്നത് നരസിംഹ പൂജയാണ്. പിന്നെ ഈ സുദർശന ഹോമം ഇവിടെ പ്രധാനമാണ്. പിന്നെ അപ്പം സുദർശന ഹോമത്തിലേക്ക് ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് അതും ഒരു വഴിയാക്കാൻ അനുഭവമുണ്ട്. ഈ നാട്ടിൽ ഇപ്പം ശരിക്കും വെച്ചാൽ ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, ജ്യോതിഷക്കാരെല്ലാം പറഞ്ഞിട്ട് ഇപ്പം ധനുഷ് ചോദിച്ചാൽ പോസ്റ്റലായിട്ടും മുന്നിലും ധാരാളം കോട്ടയം മറ്റേ ഇങ്ങനെ തിരുവനന്തപുരം ആ സൈഡിൽ നിന്നെല്ലാം തന്നെ ആൾക്കാർ ഒരു രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ ഇതിനെക്കുറിച്ചിട്ട് എഴുതിയിരുന്നു നരസിംഹ കുറേ ക്ഷേത്രത്തിൽ. അപ്പോൾ ഒന്ന് ഈ ഇതും അയാൾ ഈ ലക്ഷ്മി നരസിംഹ ക്ഷേത്രം കുറവാണ് പൊതുവെ. അപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഉണ്ട് കേരളത്തിലെ ഇതുപോലെ ആലപ്പുഴ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട്. പിന്നെ മാനന്തവാടി, കൽപ്പറ്റ, അങ്ങനെ ചില കണ്ണൂർ ജില്ലയിൽ ഇത് മാത്രം ലക്ഷ്മി നരസിംഹ ക്ഷേത്രം ഇത് ഇവിടെ എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ പല കൂട്ടർക്കുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പം ഇവിടെ കഴക പ്രവൃത്തി ചെയ്യുന്ന ശ്രീജേഷനെ മുമ്പിൽ ലതീഷായിരുന്നു, അന്യജിലിനറിയാലോ, ശ്രീജേഷനും അറിയലുണ്ട്. അപ്പോൾ ഒരുപടി ഈ കൊല്ലത്തിലൊക്കെ വെച്ചാൽ എനിക്കിലെ വിദ്യാഭ്യാസപരമായിട്ടും ജോലിപരമായിട്ടും കല്യാണപരമായിട്ടും നിങ്ങൾ ഇതുണ്ടെങ്കിലും അപ്പോൾ 90% ആൾക്കാർക്കും ഫലം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചങ്ങായിമാരെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ മറന്നുപോയി. ഈ അമ്പലത്തിൽ നിങ്ങൾ കണ്ടു കാണും വീഡിയോയിൽ. പിന്നെ ദശാവതാര ശില്പം നിർമ്മിച്ചത് 2017 കേട്ടോ. മഹേഷ് കുഞ്ഞിമംഗൽ എന്ന് പറഞ്ഞ ശില്പിയാണ് അത് നിർമ്മിച്ചത്. അദ്ദേഹം അത് നിർമ്മിച്ചു കഴിഞ്ഞ് ഒരു വർഷം എടുത്തില്ലെന്ന് തോന്നുന്നു. അതിനു മുന്നേ തന്നെ അദ്ദേഹം ഇപ്പം ഇവിടെ മൺമറഞ്ഞു പോയി, നമ്മുടെ കൂടി ഇല്ല. ആ ഒരു ദുഃഖവാർത്തയും കൂടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പുറവൂർ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ കുടിക്കുമട്ട എന്ന സ്ഥലത്ത് നിന്നും ഒരു 2-2.5 കിലോമീറ്ററിൻ്റെ ഇപ്പുറമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ മൈസൂർ റൂട്ടിൽ നിന്നും അവിടെ കുടിക്കുമട്ടക്ക് നിന്ന് മയിൽ റൂട്ടിലേക്ക് വന്ന് റോഡ് സൈഡിൽ തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പുറവൂർ എന്ന ഈ നല്ല സൗന്ദര്യ പ്രകൃതി ഭംഗി ഉള്ള ഒരു ഗ്രാമത്തിൻ്റെ നടുക്കാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ അത്യപൂർവമായ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളിൽ ഏവരിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഞാനും വളരെയധികം സന്തോഷവാനാണ്. ഈ അമ്പലത്തിനെ പറ്റി അറിഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്ത ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.